കൊണ്ടുപോകുന്ന അംഗങ്ങളാണ് ഇവരെല്ലാവരും. ഇവർക്ക് വേണ്ടിയിട്ട് ഈ ബലിയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ പ്രിയ വേദികരെ, പ്രിയ സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അമ്മ എന്ന പദം നമുക്കറിയാം എന്താണെന്ന്. അമ്മ എന്ന ഉച്ചാരണം ആദ്യമായി നാമം ഉച്ചരിച്ചതാണ്. ഒരർത്ഥമില്ലാത്ത ഉച്ചാരണമാണ് തുടക്കത്തിൽ നമ്മൾ ചെയ്തത്. മമ്മം മമ്മമ്മം എന്ന് വെച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. അവസാനം അമ്മ അമ്മ എന്നൊക്കെ വരും. ആ സ്വാർത്ഥത ഇല്ലാത്തവൾ എന്നും പറയാം. അപ്പൊ അമ്മ എന്ന പദത്തിലൂടെ തുടങ്ങുന്ന ഈ നമ്മുടെ ജീവിതം, ആ അമ്മ തന്നെയാണ് നമ്മളെ മരണം വരയ്ക്കും നമ്മെ കൊണ്ടുപോകണം. കാരണം സ്വാർത്ഥതയില്ലാതെ സ്നേഹം മാത്രം തരുന്നവൾ, ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാം കൊടുക്കുന്നവൾ, അതാണ് അമ്മ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അമ്മ ഹന്നായും ജോവാക്കിനും ജെറുസലേമിൽ നിന്നും ബത്ലഹേമിൽ നിന്നും, അവ രണ്ട് സ്ഥലത്ത് നിന്നാണ് ഇവർ രണ്ടുപേര്. അപ്പോൾ അതിനെ വിവാഹം കഴിഞ്ഞു, പക്ഷെ മക്കളില്ലായിരുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഉദാഹരണമാണ് ഈ മാതാപിതാക്കൾ. പ്രാർത്ഥന ഉള്ള ദേവാലയങ്ങളിലൊക്കെ കയറി ഇറങ്ങി കണ്ണീരോടും വിലാപത്തോടും അവർ യാത്ര ചെയ്തു. ഈ കുഞ്ഞിന് വേണ്ടി ഒരു കുഞ്ഞ് വേണം എന്നാണ്. ഇവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് പരിശുദ്ധ കന്യക ഭൂമിയിലേക്ക് വന്നത്. അവരുടെ ഉദരത്തിൽ എത്തിച്ചേരുകയും മകളായി പിറക്കുകയും ചെയ്തത് പരിശുദ്ധ കന്യകാമറിയം. കന്യാമറിയം ആരാണ് നമുക്കറിയില്ല. ഭൂമിയിൽ ജനിച്ചവളല്ല അവൾ സ്വർഗത്തിലെ ഒരു മാലാഖ ആയിരിക്കാം ചിലപ്പോൾ. അതുകൊണ്ടാണ് സങ്കീർത്തകൻ വിളിച്ചു പറയുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ. സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന് അവൾ തന്നെയാണ് ഉച്ചരിക്കുന്നത്. ഉത്തമഗീതത്തിൽ 6-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഉഷസ് പോലെ ശോഭിക്കുന്നവൾ, അതാണ് കന്യകാമറിയം. വെളിപാട് പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 1-ാം തിരുവചനം, ചന്ദ്രനെ പാദപീഠമാക്കിയവൾ, സൂര്യനെ ഉടയാടയാക്കിയവൾ,